അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് സാന്ദർഭികമായി ഞാൻ മക്ബറയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓർമ്മപ്പെടുത്തിയതാണ്. മക്ബറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെണ്ടമുട്ടുണ്ട്, കുഴൽ വിളിയുണ്ട്, ആനയുണ്ട്, അമ്പാരിയുണ്ട്, മദ്യപാനമുണ്ട്, വ്യഭിചാരമുണ്ട്, ചൂതാട്ടമുണ്ട്, ചീട്ടുകളിയുണ്ട്, പെണ്ണുപിടുത്തമുണ്ട്, എല്ലാ തോന്യാസങ്ങളുമുണ്ട്. അത് മക്ബറയോടനുബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല നിഷിദ്ധമായത്. മക്ബറയുടെ പരിസരത്താണെങ്കിലും വീട്ടിന്റെ പരിസരത്താണെങ്കിലും കല്യാണമേളയോടനുബന്ധിച്ചാണെങ്കിലും എവിടെയാണെങ്കിലും ഹറാം ഹറാം തന്നെ. അള്ളാനെ പേടിയുള്ള മുസ്ലിമുണ്ടോ, അള്ളാനെ ഭയമുള്ള മുസ്ലിമുണ്ടോ, അവരോടാണ് ഈ സംസാരിക്കുന്നത്. ഓ പ്രിയപ്പെട്ട സഹോദരി, ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ടല്ലാതെ പുറത്തിറങ്ങി പോകരുത്. മനുഷ്യനതാ മറ്റുള്ളവന്റെ കണ്ണുകൾക്ക് ആനന്ദം പകരാൻ വേണ്ടി ടൈറ്റായ പർദ്ദ ധരിച്ചുകൊണ്ട്, ടൈറ്റായ ചുരിദാർ ധരിച്ചുകൊണ്ട്, ആ നിലക്കുള്ള വേഷം ധരിച്ചുകൊണ്ട് ആണുങ്ങളെ വശീകരിക്കുന്ന നിലക്ക് പെണ്ണ് പുറത്തു പോകുന്നുവെങ്കിൽ അത് ശൈത്താന്റെ പോക്കാണ് കേട്ടോ. സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് പോയിട്ട് സ്വർഗത്തിന്റെ പരിമളം പോലും അനുഭവിക്കാനുള്ള ഭാഗ്യം കിട്ടില്ല കേട്ടോ. ഇസ്ലാമിന്റെ നിയമമാണ്. ഓ പുരുഷന്മാരെ, സഹോദരന്മാരെ, നിങ്ങൾ നിയന്ത്രിക്കുന്ന സ്ത്രീകളെ കുറിച്ച് നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം. ഓ ഉമ്മമാരെ, നിങ്ങൾ നിയന്ത്രിക്കുന്ന മക്കളെ കുറിച്ച് നിങ്ങൾക്ക് ഈ ശ്രദ്ധ വേണം. ഇസ്ലാമിന്റെ വസ്ത്രം എന്ന് പറയുന്നത് ശരീരം മറയുന്ന വസ്ത്രമാണ്, ലൂസായ വസ്ത്രമാണ്. അത് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ല. തന്റെ അലങ്കാരങ്ങളും തന്റെ ഭംഗിയും മുഴുവനും പ്രദർശിപ്പിക്കേണ്ടത് തന്നെ കെട്ടിക്കൊണ്ടുവന്ന തന്റെ ഹലാലായ ഭർത്താവിന്റെ മുമ്പിലാണ്, അല്ലാത്തവരുടെ മുമ്പിൽ അല്ല ഒന്നും തുറന്നു കാണിക്കേണ്ടത്. അതുകൊണ്ട് ഇസ്ലാമിൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആ സുന്നത്തിലും സഹാബത്ത് നിലകൊണ്ട ആദർശത്തിലും വിശ്വസിക്കുന്ന സുന്നത്ത് ജമാഅത്തുകാരുണ്ടോ, അവരോടാണ് ഈ സംസാരിക്കുന്നത്. നമ്മുടെ മക്ബറകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിലില്ലാത്ത സിയാറത്ത് എന്ന പേരിൽ തോന്യാസം നടക്കുന്നു, ഉറൂസ് നടക്കുന്നു, ചന്ദനക്കുടം നടക്കുന്നു, ചന്ദനമരച്ച കലങ്ങൾ തലയിൽ ഏറ്റിയിട്ട് ഭീമാപള്ളിയിലും പരിസരത്തുമൊക്കെ ആളുകൾ ദർഗക്കു ചുറ്റും വലം വെക്കുന്നു, പല രൂപത്തിലുള്ള തോന്യാസങ്ങളും ചെയ്യുന്നു. ഇതൊക്കെ സിയാറത്ത് എന്ന ഓമന പേരിട്ടുകൊണ്ടാണ് ചെയ്യുന്നത്. അതേ അവസരത്തിൽ സുന്നത്ത് ജമാഅത്തുകാർക്കൊരു സിയാറത്തുണ്ട്. അത് ഞാൻ പഠിപ്പിച്ച സിയാറത്താണ്. മരണചിന്തയുണ്ടാകാനും പരലോകബോധമുണ്ടാകാനും പരേതാത്മാക്കൾക്ക് ശാന്തി കിട്ടാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കാനും വേണ്ടി മക്ബറയിലേക്ക് പോകാം. ആ ഉദ്ദേശത്തിൽ ആണ് പോകേണ്ടത്. അതല്ലാതെ ഈ നിലക്കുള്ള ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിന് വേണ്ടി ഇസ്ലാം ഇത് പഠിപ്പിച്ചിരുന്നിട്ടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇതൊക്കെ പറയുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ കബറിങ്ങ പോയിട്ട് ഞങ്ങൾ അള്ളാഹിനോടല്ലേ പറയുന്നുള്ളൂ എന്ന് ചിലരൊക്കെ തെറ്റിദ്ധരിക്കുന്നു. എന്നാ നിങ്ങൾ പഠിച്ചു വെക്കണം, സുന്നത്ത് ജമാഅത്തെന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങളാണ് സുന്നത്ത് ജമാഅത്തെന്ന് പറഞ്ഞുകൊണ്ട്, ഓ സാധുക്കളായ നാട്ടുകാരെ, ജനങ്ങളെ, നിങ്ങളെ കബളിപ്പിക്കുന്ന ചില ആളുകൾ എന്താ പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഒരാൾ ഖബറിന്റെ സമീപത്തേക്ക് ചെന്നുപോയി നിന്ന് ആവശ്യമങ്ങ് ചോദിച്ചാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ ആ ഖബറിൽ ഒരു മലക്കിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പോലും. ആ മലക്ക് നമുക്ക് കാര്യം നേടിത്തരുന്നു, ആ മലക്ക് നമുക്ക് കാര്യം സാധിച്ചു തരുന്നു. ഒന്നുകിൽ അങ്ങനെ, അതല്ലെങ്കിൽ അതല്ലെങ്കിൽ മറ്റു ചിലപ്പോ യഖ്റുജുൽ വലിയു, വലിയ തന്നെ ഖബറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് വയഖ്ദീ ബിനഫ്സിഹി ത്വലബാത്ത്, ആ വലിയ തന്നെ നേരിട്ട് നിങ്ങളുടെ കാര്യം അങ്ങ് വീട്ടിത്തരും. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, സുന്നത്ത് ജമാഅത്തിൽ ആരാണിത് പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഖബറിന്റെ സമീപത്ത് അള്ളാഹു നിങ്ങളുടെ ആവശ്യം വീട്ടിത്തരാൻ ഒരു മലക്കിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് ഏത് ഹദീസിലാ ഉള്ളത്? ഏത് സഹാബത്താണത് പഠിപ്പിച്ചത്? സുന്നത്ത് ജമാഅത്താണെന്ന് പറഞ്ഞാൽ പോരാ, സുന്നത്തും ജമാഅത്തും അള്ളാഹുവിന്റെ റസൂലും സഹാബത്തുമല്ലേ. അവരിൽ ആരാണ് പറഞ്ഞത് ഖബറിന്റെ സമീപത്ത് നിങ്ങൾ പോയി ആവശ്യം തേടിക്കോളൂ, ആവശ്യം വീട്ടിത്തരാൻ ഖബറിന്റെ സമീപത്ത് ഒരു മലക്കിനെ അള്ളാഹ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് ലോകത്ത് ഏത് ഹദീസിലാ വന്നത്? ചിന്തിക്കൂ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിക്കൂ. അതല്ലെങ്കിൽ ആ വലിയ തന്നെ ചിലപ്പോ ഖബറിൽ നിന്ന് അങ്ങ് പുറത്തേക്ക് വന്നിട്ട് അയാൾ തന്നെ അങ്ങ് നേരിട്ട് നിങ്ങളുടെ
തങ്ങളുടെ ആവശ്യം വീട്ടി തരുന്നതാണ് എന്ന് ഏത് ഹദീസിലാ ഉള്ളത്? ഏത് ജമാഅത്തിലാ അത് പഠിപ്പിച്ചത്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞിട്ട് യാതൊരു ബന്ധവുമില്ലയല്ലേ? നെയ്യപ്പത്തിൽ നെയ്യില്ലാത്തതുപോലെ, മുതലക്കുളത്ത് മുതലയും കുളയുമില്ലാത്തതുപോലെ എന്തേ സുന്നത്ത് ജമാഅത്ത് എന്ന് വെറുതെ പറഞ്ഞു നടക്കുന്നത്? അല്ലെങ്കിൽ എവിടെയാണ് ഈ വിശ്വാസങ്ങളുള്ളത്? ആരാണ് ആ രൂപത്തിലുള്ള സംവിധാനങ്ങൾ പഠിപ്പിച്ചു തന്നത്? ഇനിയും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇവര് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് മുജാഹിദിനെ പുറത്താക്കാൻ പറയുന്നവര് കാരണമുണ്ട്. അതെന്താ? ഇവർക്ക് ഔലിയാക്കന്മാരോട് പുച്ഛം തന്നെ. ഇവര് ഔലിയാക്കന്മാരെ തള്ളുന്നവരാണ്. അപ്പൊ ജനങ്ങൾ വിചാരിച്ചു, ഔലിയാക്കന്മാരെ തള്ളുന്നവരെ പിന്നെ എന്തിനാ നമ്മളവരെയും തള്ളുന്നെ? ആരാ ഇവിടെ ഔലിയാക്കളെ തള്ളിയത്? ഇസ്ലാമിൽ പഠിപ്പിച്ചവര് വലിയുണ്ട്, ഔലിയാക്കളുണ്ട്. അത് ഖിയാമത്ത് നാൾ വരെയുമുണ്ട്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അല്ലാഹുവിനോട് അടുത്തിട്ടുള്ള മഹാന്മാര്, അവർക്കൊരിക്കലും ഭയമില്ല കേട്ടോ. അവർ ദുഃഖിക്കുന്ന പ്രശ്നമില്ല. അവർ റബ്ബിനോട് അടുപ്പമുള്ള ആളുകളാണ്. എന്താണ് അവരുടെ ക്വാളിഫിക്കേഷൻ? കുളിക്കാതിരിക്കലാണോ വിലായത്തിന്റെ ക്വാളിഫിക്കേഷൻ? തീരെ നിസ്കരിക്കാതിരിക്കലാണോ വിലായത്തിന്റെ ക്വാളിഫിക്കേഷൻ? അതല്ലെങ്കിൽ വിവാഹം കഴിച്ച പെണ്ണിനെ നോക്കാതിരിക്കലാണോ വിലായത്തിന്റെ ക്വാളിഫിക്കേഷൻ? അതല്ലെങ്കിൽ സ്വന്തം ഉമ്മയോട് പോലും മിണ്ടാതെ കഴിയലാണോ വിലായത്തിന്റെ ക്വാളിഫിക്കേഷൻ? എന്താ സുന്നത്ത് ജമാഅത്തിൽ വിലായത്തിന്റെ ക്വാളിഫിക്കേഷൻ? എന്താ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്? എന്താണ് സ്വഹാബത്ത് മനസ്സിലാക്കിയത്? വിശുദ്ധ ഖുർആൻ തന്നെ പറയട്ടെ, അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. വിശ്വസിച്ചവരാണവർ, സത്യവിശ്വാസം സ്വീകരിക്കുകയും യാതൊരു ദോഷങ്ങളും സംഭവിക്കാതെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട്, ദോഷബാധയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന മഹാന്മാരാണ്. അല്ലാഹുവിനോട് അടുപ്പം സിദ്ധിച്ചിട്ടുള്ള മഹാത്മാക്കൾ. അത് ഖിയാമത്ത് നാൾ വരെയും ഉണ്ടാകും. അവരെ ആരാ തള്ളിയത്? ആരാ അവരെ തള്ളിയത്? അതേ അവസരത്തിൽ നേരത്തെ ഖബർ സിയാറത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഈ ഔലിയാക്കന്മാരെ പേരും പറഞ്ഞിട്ട് ചില ആളുകൾ തട്ടിപ്പ് നടത്തുന്നുണ്ട്. അത് ഞങ്ങൾ സമ്മതിക്കൂല ജീവനുള്ളയിടത്തോളം. അതാ മുജാഹിദുകൾ പറയുന്നത്. അത് ഞങ്ങൾ മാത്രമല്ലല്ലോ, ഇവിടെ ബുദ്ധിയുള്ള എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ആൾ ദൈവങ്ങളെ വേട്ടയാടിയിരുന്നു കുറച്ചു കാലം മുതൽ. ഇപ്പൊ എന്തോ കാണുന്നില്ല. പക്ഷേ മുജാഹിദുകൾക്ക് അന്വേഷണം നിർത്താനായിട്ടില്ല. കാരണം മുജാഹിദുകൾ ഇതിനെതിരെ പ്രസംഗിച്ചു തുടങ്ങിയത് ഏതെങ്കിലും ഭൗതിക നേട്ടത്തിനല്ല. ചിലരൊക്കെ ചില ഭൗതിക നേട്ടത്തിന് അതിനെതിരെ ശബ്ദിച്ചവരാണ്. അവർക്ക് ആ നേട്ടം കിട്ടിയപ്പോ അവരടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അള്ളാന്റെ പൊരുത്തം മാത്രമാണ് ഉദ്ദേശം. അതുകൊണ്ട് ഈ ജീർണത ലോകത്ത് എന്ത് നിലനിൽക്കുന്നുവോ അത്രയും കാലം ഈ പാവപ്പെട്ട ഞങ്ങൾ ഇതിനെതിരെ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഔലിയാക്കൾ എന്ന് പറയുന്നത് ചിലർക്ക് ആരാണെന്നോ, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കർമ്മങ്ങളൊക്കെ കൃത്യമായി കൊണ്ട് നടക്കുന്നവരൊന്നും ഇവരുടെ ലിസ്റ്റിൽ ഔലിയാക്കളല്ല. കൃത്യമായി നിസ്കരിച്ച് നടക്കുന്ന ഒരാള്, അയാൾ ആ കാലത്താരും വലിയ എന്ന് വിളിക്കൂല. കൃത്യമായി നിസ്കാരങ്ങൾ നടന്ന് നല്ല മനുഷ്യരായി ജീവിക്കുന്നതിന്റെ ഇടക്ക് അതാ ഒരാൾ നിസ്കാരം സ്റ്റോപ്പ് ചെയ്യുന്നു. അതുവരെ വൃത്തിയായി നടന്ന് തടിയും മുടിയും ഒക്കെ ചീകി നടന്നിരുന്ന ഒരാള് അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ജട പിടിച്ച തടിയും മുടിയും കുളിക്കാതെയും നടന്നാൽ ആ തീയതി മുതൽ അയാൾ വലിയായി കാറ്റഗറിയിലേക്ക് ഉയർത്തപ്പെടുന്നു. ഇതാണോ ഇസ്ലാം? ഇതാണോ ഇസ്ലാം? ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ അതൊക്കെ കറാമത്തുകളായിട്ട് പറയാണ്. ഉണുമുറക്കും അതൊന്നുമേ കൂടാതെ ഒരാണ്ട് കാലം പോറുത്തി നടന്നോവർ. അത് മാത്രമല്ല, ധാരാളം കാര്യങ്ങൾ വിശദീകരിക്കാൻ നമുക്ക് സമയം പോലെ സഹോദരന്മാരെ. നലവേറും മീശ തൊഴുതോരുതുവാലെ 40 സുബഹി തൊഴുതോവർ. 40 സുബഹി തൊഴുതോവർ. എങ്ങനെ? നലവേറും ഇശാക്കെടുത്തൊരു ഉളുവാലെ, ഇശാക്കെടുത്ത ഉളുകൊണ്ട് 40 കൊല്ലം സുബഹി വരെ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ 40 കൊല്ലം ഇശാ സുബഹിക്കിടയിൽ ഉറങ്ങിയിട്ടില്ല.
ഉറങ്ങിയിട്ടില്ല. 40 കൊല്ലം നീണ്ട കാലം ഉറങ്ങാതെ, ഭക്ഷണം കഴിക്കാതെ, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ, അതുപോലെ തന്നെ സ്വന്തം ഉമ്മയോട് പോലും മിണ്ടാതെ ഉമ്മ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ താനിപ്പ ഒരു വലിയ പഠനത്തിലാണ്. താൻ ഔലിയ കാറ്റഗറിക്ക് പഠിക്കുകയാണ്. ഔലിയ പദവിക്ക് ഡിഗ്രിക്ക് പഠിക്കുമ്പോ പെറ്റുമ്മ വിളിച്ചാലും മിണ്ടിക്കൂടാ, ആ കോഴ്സ് അങ്ങ് ക്യാൻസലായി പോകുമെന്ന് എഴുതിവിട്ട ആളുകളില്ലേ? അങ്ങനത്തെ ആളുകളൊക്കെ നമ്മുടെ കേരളത്തിലും കഴിഞ്ഞു പോയില്ലേ?